അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 7/11/2025 വഹുദു ഇല ത്വയ്യിബ് മിനൽ ഖൗൽ എന്ന ശീർഷകത്തിൽ നല്ല വർത്തമാനങ്ങൾ പറയാൻ പറഞ്ഞുകൊണ്ടാണ് UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബ. ഒരു സംസ്കാരമുള്ള മനുഷ്യൻ അയാൾ നല്ലതേ പറയുകയുള്ളൂ. അയാളുടെ നാവിൽ നിന്ന് ചീത്ത വർത്തമാനങ്ങൾ ഒരിക്കലും വരില്ല. മറ്റുള്ളവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന വർത്തമാനങ്ങൾ അത് സ്വാലിഹീങ്ങളുടെ അടയാളമാണ്. അവർ അത് കാരണമായിക്കൊണ്ട് പരലോകത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. വഹുദു ഇല ത്വയ്യിബി മിനൽ ഖൗൽ, നല്ല വർത്തമാനങ്ങൾ അവരെ സ്വർഗത്തിലേക്ക് ചേർത്തു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ സ്വർഗത്തിൽ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅ്സീമ ഇല്ലാ ഖീലൻ സലാമൻ സലാമ. സ്വർഗത്തിൽ അവർ ചീത്ത വർത്തമാനങ്ങൾ, വില കുറഞ്ഞ സംസാരങ്ങൾ ഒരിക്കലും കേൾക്കില്ല. ശാന്തിയുടെ, സമാധാനത്തിൻ്റെ വാക്കുകൾ മാത്രം. അപ്രകാരമാണ് മൂല്യബോധമുള്ള ഒരു സമൂഹം. അവരിൽ നിന്ന് നല്ല വർത്തമാനങ്ങളെ വരികയുള്ളൂ. അവരുടെ നാവിൽ റഹ്മാനായ തമ്പുരാന്റെ ദിക്റാകും എപ്പോഴും ഉണ്ടാകുക. ചീത്ത, വില കുറഞ്ഞ വാക്കുകൾ ഒരിക്കലും അവരുടെ നാവിൽ നിന്നുണ്ടാകുകയില്ല. മറ്റുള്ളവരുടെ ആ കേൾവിയെ സന്തോഷിപ്പിക്കുന്ന, മനസ്സിന് ആഹ്ലാദം നൽകുന്ന വർത്തമാനങ്ങൾ മാത്രം. അവർ എപ്പോഴും സത്യം പറയുകയും നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരും ആകും. അതുകൊണ്ടുണ്ടാകുന്ന ഫലങ്ങളും ഏറെ മെച്ചപ്പെട്ടതാകും. ഇതുപോലെ കമസലി ഷജറത്തി ത്വയ്യിബ, ഒരു നല്ല വലിയ വൃക്ഷം പോലെ അതിൻ്റെ കാണ്ഡങ്ങൾ ഭൂമിയിൽ ആണ്ടുപോയതാണ്. അതിൻ്റെ ശിഖരങ്ങളോ ആകാശത്ത് പടർന്നു പന്തലിച്ചതും. അലം തറ കൈഫല്ലാഹു മസലൻ കലിമത്തൻ ത്വയ്യിബത്തൻ കഷജറത്തിൻ ത്വയ്യിബത്തിൻ അസ്ലുഹാ സാബിത് വഫർഉഹാ ഫിസ്സമാ തുഅതി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ. ഒരു നല്ല വചനത്തിൻ്റെ ഉപമ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ഒരു വലിയ വടവൃക്ഷം പോലെയാണ്. അതിൻ്റെ കാണ്ഡം ഭൂമിയിൽ ആണ്ടുപൂണ്ടുപോയതാണ്. അതിൻ്റെ ശിഖരങ്ങളോ ആകാശത്ത് പടർന്നു പന്തലിച്ചതും. രക്ഷിതാവിൻ്റെ സമ്മതപ്രകാരം എപ്പോഴും അത് പഴങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. നല്ല വാക്കുകൾ അങ്ങനെയാണ്. അതുകൊണ്ടുണ്ടാകുന്ന ഫലങ്ങൾ ഏറെ മെച്ചപ്പെട്ടതാണ്. എല്ലാവർക്കും അത് നന്മ ആയി തീരും. നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ആ വാക്കുകൾ ഇടവരുത്തും. നല്ല സ്വഭാവം ഉള്ളവർ, അവരിൽ നിന്നൊരിക്കലും അങ്ങനത്തെ താഴ്ന്ന വർത്തമാനങ്ങളോ വിവരക്കേടിൻ്റെ സംസാരങ്ങളോ ഒരിക്കലും ഉണ്ടാകുകയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നാം നേരിട്ടല്ലാതെ തന്നെ നടത്തുന്ന ചില സംസാരങ്ങൾ അത് നമ്മുടെ സംസാരം പോലെയാകും. ഹദീസിൽ കാണാം, മിനൽ കബാഇരി ശത്മുർ റജുലി വാലിദൈ, വൻ ദോഷങ്ങളിൽപ്പെട്ടതാണ് ഒരാൾ അയാളുടെ മാതാപിതാക്കളെ ചീത്ത പറയുക എന്നത്. സ്വഹാബത്ത് തിരുദൂതരോട് ചോദിച്ചു, വഹൽ യഷ്തിമുർ റജുലു വാലിദൈ, തിരുദൂതരെ, ഒരു മനുഷ്യൻ അയാളുടെ മാതാപിതാക്കളെ ചീത്ത പറയുമോ? അവിടുന്ന് പറഞ്ഞു, നഅം, പറയും. യസുബ്ബു അബർ റജുലി ഫയസുബ്ബു അബാഹ്, ഒരാൾ മറ്റൊരാളുടെ പിതാവിനെ ചീത്ത പറയുന്നു, അയാൾ തിരിച്ച് ഇയാളുടെ പിതാവിനെയും ചീത്ത പറയുന്നു. വയസുബ്ബു ഉമ്മഹു ഫയസുബ്ബു ഉമ്മഹു, ഇയാൾ അയാളുടെ മാതാവിനെ ചീത്ത പറയുന്നു, അയാൾ തിരിച്ച് ഇയാളുടെ മാതാവിനെയും ചീത്ത പറയുന്നു. ഇത് നേരിട്ട് മാതാപിതാക്കളെ ചീത്ത പറയുന്നത് പോലെയാണ് എന്ന്. നമ്മുടെ രാജ്യം ഏറെ സംസ്കാരവും ബോധവുമുള്ള ജനങ്ങൾ ജീവിക്കുന്ന രാജ്യമാണ്. ആ രാജ്യത്തിനോട് നിരക്കുന്ന സംസാരമേ നമ്മിൽ നിന്നുണ്ടാകാൻ പാടുള്ളൂ. ആ ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. വില കുറഞ്ഞ സംസാരങ്ങൾ, മൂല്യമില്ലാത്ത വർത്തമാനങ്ങൾ നമ്മിൽ നിന്നൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. നാം എപ്പോഴും സത്യത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരാകണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് അങ്ങനെയാണല്ലോ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, നിങ്ങൾ സത്യം പറയുന്നവരോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യുക. സ്വഭാവമൂല്യമുള്ളവർ
അത്തരം ചീത്ത വർത്തമാനങ്ങൾ പറയില്ല, പറയുന്നവരോടൊപ്പം ചേർന്ന് നിൽക്കുകയും ഇല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് കൽപ്പിച്ചതും അതാണ്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ആരൊരാൾ അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ അവൻ മൗനം ദീക്ഷിക്കട്ടെ എന്ന്. അവനെപ്പോഴും എന്തു പറയുമ്പോഴും അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിക്കും. എൻ്റെ വർത്തമാനങ്ങൾ അള്ളാഹു രേഖപ്പെടുത്തുന്നുണ്ട് എന്നവൻ ആലോചിക്കും. സോഷ്യൽ മീഡിയകളിൽ ബന്ധപ്പെടുമ്പോഴൊക്കെ അവൻ്റെ ഉള്ളിൽ ആ ചിന്തയുണ്ടാകും. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഖുർആൻ പറഞ്ഞല്ലോ, അവരിൽ ഒരാളും ഒരക്ഷരവും ഉരിയാടുന്നില്ല. റഖീബ് അതീദ് അലൈഹിമുസ്സലാം അത് രേഖപ്പെടുത്തിയിട്ടൊഴികെ എന്ന്. മനുഷ്യൻ എഴുതുന്ന വാക്കുകൾ, അവൻ പറയുന്ന സംസാരങ്ങൾ ഒക്കെ നാളെ വിചാരണ ചെയ്യും. കവി പറഞ്ഞു, വമാ മിൻ കാതിബിൻ ഇല്ലാ സയബ്ഖാ ഇല്ലാ സയഫ്ന വയുബ്ഖി ദഹ്റു മാ കതബത് യദാഹു ഫലാ തക്തുബ് ബികഫിക ഗൈറ ഷൈഇൻ യസുറുക ഫിൽ ഖിയാമത്തി അൻ തറാഹു. ഒരാൾ എഴുതുമ്പോൾ ആ എഴുതുന്ന വ്യക്തി കുറച്ചു കഴിയുമ്പോൾ ഇല്ലാതെയായി പോവും. പക്ഷേ ആ എഴുത്തോ അത് കാലാകാലം അങ്ങനെ തന്നെ നിൽക്കും. അതുകൊണ്ട് നിന്റെ കൈ കൊണ്ട് അന്ത്യദിനത്തിൽ കാണുന്ന സന്ദർഭത്തിൽ നിന്നെ സന്തോഷിപ്പിക്കുന്നത് മാത്രമേ നീ എഴുതാവൂ എന്ന് കവി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നാം താമസിക്കുന്ന UAE ഏറ്റവും മൂല്യബോധവും സംസ്കാരവും ഉള്ള രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ അഭിമാനം കൊണ്ട് നാം എപ്പോഴും സന്തോഷിക്കുന്നവരാണ്. ആ രാജ്യം ഏറ്റവും നല്ല സംസ്കാരമുള്ളവരും നല്ല ഭരണകർത്താക്കളെ കൊണ്ടും അനുഗ്രഹീതമാണ്. വ അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. അള്ളാഹു ചെയ്തു വന്ന ആ അനുഗ്രഹം നാം എപ്പോഴും എടുത്തു പറയേണ്ടതുണ്ട്. നാം മനുഷ്യർക്ക് വേണ്ടി നല്ലത് ചെയ്യാൻ ചിന്തിക്കുകയും അതിനുവേണ്ടി സംസാരിക്കുകയും ചെയ്യുന്നവരാകണം. വർത്തമാനങ്ങൾ കേൾക്കുന്നത് അതിൻ്റെ യഥാർത്ഥ ഉറവിടത്തിൽ നിന്നാണോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നാം അത് സംസാരിക്കാനും നാം കൈമാറാനും പാടുള്ളൂ. കേൾക്കുന്ന റൂമറുകൾക്കിടയുടെ ഒന്നും നമ്മൾ പോകാൻ നമുക്ക് പാടില്ല. ഇല ത്വയ്യിബ് മിനൽ ഖൗൽ, നല്ല വർത്തമാനങ്ങൾ, നല്ല സംസാരങ്ങൾ. ചീത്ത വർത്തമാനങ്ങൾ, വില കുറഞ്ഞ വാക്കുകൾ. തിരുദൂതർ പറഞ്ഞല്ലോ, ലൈസൽ മുഅ്മിനു ബിത്ത്ആൻ വലൽ ലആൻ വലൽ ഫാഹിഷ് വലൽ ബദീ. സത്യവിശ്വാസി ഒരിക്കലും കുത്തുവാക്കുകൾ പറയില്ല, ശാപപ്രാർത്ഥന നടത്തില്ല, ചീത്ത വാക്കുകൾ പറയില്ല. വില കുറഞ്ഞ സംസാരങ്ങൾ അവനിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകുകയില്ല. മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, അവരുടെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന സംസാരങ്ങൾ ഒരിക്കലും നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല. അള്ളാഹു ഇഷ്ടപ്പെടുന്ന വർത്തമാനങ്ങൾ, സംസാരങ്ങൾ. നന്മയിൽ എപ്പോഴും മുന്നേറാൻ വേണ്ടി ശ്രമിക്കുക. രാജ്യത്തിൻ്റെ ആ അഭിമാനത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഭാവിയുടെ നന്മയ്ക്കു വേണ്ടി എപ്പോഴും നാം കരുതലോടെ പെരുമാറുക. നമ്മുടെ വർത്തമാനങ്ങൾ അത് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ആ ഓർമ്മ നമുക്കെപ്പോഴും ഉണ്ടാകണം. കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്ന വർത്തമാനങ്ങളൊക്കെ അങ്ങനെ എല്ലാവരിലേക്കും കൈമാറുന്നത് ഒരിക്കലും നമ്മളോട് യോജിച്ചതല്ല. നല്ലത് പറയണം, നല്ല വർത്തമാനങ്ങൾ പരസ്പരം കൈമാറണം. എല്ലാം കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, നാളെ റബ്ബിൻ്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന ബോധം നമുക്കുണ്ടാകണം. അള്ളാഹു നല്ലത് പറയാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.